നമസ്കാരം. നാട്ടിൽ നിന്ന് ശബരിമലയിൽ ദർശനത്തിനെത്തിയ 2 യുവതികളെ 3 മണിക്കൂറിന് ശേഷം പോലീസ് തിരിച്ചിറക്കി. കണ്ണൂർ സ്വദേശികളായ രേഷ്മ, ഷാനില എന്നിവരാണ് ഇന്ന് പുലർച്ചെ 4:30 ദർശനത്തിനെത്തിയത്. ഇവരെ നീലിമലയിൽ പ്രതിഷേധക്കാർ തടഞ്ഞു. പ്രതിഷേധക്കാരായ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. എന്നാൽ യുവതികൾക്ക് സുരക്ഷ നൽകാനാകില്ലെന്നായിരുന്നു പോലീസിന്റെ നിലപാട്. ദർശനം നടത്താതെ മടങ്ങില്ലെന്നായിരുന്നു യുവതികളുടെ പ്രതികരണം. പിന്നീട് കൂടുതൽ പ്രതിഷേധക്കാർ സ്ഥലത്ത് തമ്പടിച്ച് യുവതികൾക്കെതിരെ പ്രതിഷേധം തുടങ്ങിയതോടെയാണ് പോലീസ് ഇവരെ നിർബന്ധിച്ച് തിരിച്ചിറക്കുന്നത്. ശബരിമലയിൽ പുലർച്ചെ 4:30 ദർശനം നടത്താൻ വേണ്ടിയെത്തിയ യുവതികളെ നീലിമലയിൽ പ്രതിഷേധക്കാർ തടയുകയായിരുന്നു. തുടർന്ന് പോലീസ് ഇവരുടെ യാത്ര തടഞ്ഞു. ഇനി പോകാൻ അനുവദിക്കില്ലെന്നും സുരക്ഷ നൽകാൻ ആകില്ലെന്നുമായിരുന്നു പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം. ഇതേ തുടർന്ന് 3 മണിക്കൂറോളം യുവതികൾ നീലിമലയിൽ ഇരുന്നു. ഇപ്പോൾ ഇതാ പോലീസ് തിരിച്ചിറക്കുകയാണ്. വലിയ പ്രതിഷേധത്തെ തുടർന്നാണ് ഇവരെ തിരിച്ചിറക്കിയത്. സുരക്ഷ നൽകാനാകില്ലെന്ന് പോലീസ് നേരത്തെ പറഞ്ഞിരുന്നു. പുലർച്ചെയുണ്ടായ പ്രതിഷേധത്തിൽ രാവിലെ 5 പേരെ അറസ്റ്റ് ചെയ്തു. തുടർന്ന് കൂടുതൽ ആളുകൾ നീലിമലയിലേക്ക് എത്തുകയായിരുന്നു. ഇതേ തുടർന്നാണ് പോലീസിന് സുരക്ഷയൊരുക്കാൻ കഴിയില്ലെന്നറിയിക്കുകയും ഇവരെ തിരിച്ചിറക്കുകയും ചെയ്തത്. കിരൺ ബാബു ചേരുന്നുണ്ട്. കിരൺ, ഇപ്പോൾ പമ്പ സ്റ്റേഷനിലാണ് യുവതികളെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പോലീസ് ഇവരെ തിരിച്ച് നാട്ടിലേക്ക് അയക്കാനുള്ള പ്ലാനിലാണോ? എന്താണ് അടുത്ത നടപടി? കിരൺ, കേൾക്കാമെങ്കിൽ ഇനി എന്താണ് പോലീസ് ചെയ്യാൻ പോകുന്നത്? ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ്, പമ്പ പോലീസ് സ്റ്റേഷനിലാണെന്ന് അറിയുന്നു. യുവതികളെ തിരിച്ച് നാട്ടിലേക്ക് അയക്കുകയാണോ? യുവതികളെ തിരിച്ച് ഇറക്കിയിരിക്കുകയാണ്. യുവതികൾ ആദ്യം എത്തിയപ്പോൾ തന്നെ നീലിമലയിൽ വെച്ചാണ് ഏകദേശം പ്രതിഷേധക്കാർ 5ഓളം പ്രതിഷേധക്കാരാണ് ഉണ്ടായിരുന്നത്. ഈ സമയത്ത് തന്നെ പോലീസ് അവരെ അവിടെ തടഞ്ഞിരുന്നു. നിങ്ങൾ മടങ്ങി പോകണമെന്നും പോലീസ് സുരക്ഷ നൽകാനാവില്ലെന്നും അറിയിച്ചിരുന്നു. എന്നാൽ ശബരിമലയിലേക്ക് വന്ന് അയ്യപ്പനെ കണ്ട ശേഷം മാത്രമേ മടങ്ങൂ എന്നുള്ള ഉറച്ച നിലപാടില്ലായിരുന്നു യുവതികൾ. പിന്നീട് പ്രതിഷേധക്കാരുടെ എണ്ണം കൂടി, പോലീസിന്റെയും എണ്ണം കൂടി. ഇത്തരം ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണ്ട എന്ന് തന്നെയായിരുന്നു പോലീസിന്റെ നിലപാട്. അതിനുശേഷം വനിതാ പോലീസ് അടക്കം എത്തി. അതിനുശേഷമാണ് ഏകദേശം ബലം പ്രയോഗിച്ച് തന്നെ 2 പേരെയും തിരിച്ചിറക്കുന്നത്. ഒരു രംഗം വഷളാവുന്ന അല്ലെങ്കിൽ മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യം ഒഴിവാക്കണം എന്നുള്ളതാണ് പോലീസിന്റെ തീരുമാനം എന്നറിയുന്നു. തുടക്കത്തിൽ തന്നെ പോലീസ് ഈ നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത്. ഏതെങ്കിലും തരത്തിൽ ക്രമസമാധാന പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ട എന്നുള്ള നിലപാടിൽ തന്നെയായിരുന്നു പോലീസ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് തുടക്കം മുതൽ തന്നെ ഈ പ്രതിഷേധങ്ങളുടെ ആഴം അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തി മടക്കി ഇറക്കാനുള്ള ശ്രമം ആരംഭിച്ചത്. എന്നാൽ അങ്ങനെ കഴിയില്ല എന്നുള്ള ഉറച്ച നിലപാടിലായിരുന്നു ഇരുവരും. അവസാനം നമുക്ക് നൽകിയ അഭിമുഖത്തിലും അവർ അത് വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു. അയ്യപ്പനെ കാണാനാണ് വന്നിരിക്കുന്നത്, ഞങ്ങൾ കണ്ടിട്ട് മാത്രമേ മടങ്ങിപ്പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് അവർ പ്രതികരിച്ചത്. എന്നാൽ പോലീസ് ഇപ്പോൾ അവരെ ഇരുവരെയും ബലം പ്രയോഗിച്ച് തന്നെയാണ് താഴേക്ക് മടക്കി കൊണ്ടുപോയിരിക്കുന്നത്. ഈ പ്രതിഷേധം തുടങ്ങിയ സമയത്ത് ആളുകൾ കുറവായിരുന്നെങ്കിലും പിന്നീട് പ്രതിഷേധത്തിലേക്ക് എത്തിയിരുന്നു. പ്രതിഷേധവും ശക്തമായിരുന്നു. ശരി കിരൺ, അനീഷ് കൂടി ചേരുന്നുണ്ട്. അനീഷ്, ഇപ്പോൾ പമ്പ സ്റ്റേഷനിൽ തന്നെയാണോ? ഇനിയുള്ള നടപടികൾ എന്തൊക്കെയാണ്? അവരെങ്ങോട്ടാണ് അവരെ കൊണ്ടുപോയതെന്ന കാര്യത്തിൽ കൃത്യമായ ഒരു വ്യക്തത ഇനിയും ലഭിച്ചിട്ടില്ല. എന്തായാലും പമ്പ സ്റ്റേഷനിൽ ഇവരെ തങ്ങിയാൽ കൂടുതൽ അനിഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന ഒരു കണക്കൂട്ടൽ പോലീസിനുണ്ട്. അതുകൊണ്ട് സുരക്ഷിതമായ മറ്റു സംഗീതങ്ങളിലേക്ക് മാറ്റുമോ എന്നാണ് അറിയേണ്ടത്. വലിയ പ്രതിഷേധം തന്നെയാണ് ഇവരെ കൊണ്ടുപോകുന്ന സമയത്തും ഉണ്ടായത്. പോലീസ് വാഹനത്തിൽ 2 പേരെയും ഒപ്പം ഇവരോടൊപ്പം വന്ന യുവാക്കളെയും കൂട്ടിക്കൊണ്ട് പോലീസ് പോവുകയായിരുന്നു. എന്നാൽ പോലീസ് വാഹനം മുന്നോട്ട് നീങ്ങുമ്പോൾ തന്നെ കരിക്കുകളും മറ്റും ഈ പോലീസ് വാഹനത്തിന് നേരെ എറിയുന്നതും വാഹനം തടയുന്നതും
നമുക്ക് കാണാൻ കഴിഞ്ഞു. എന്നാൽ ഈ എതിർപ്പുകളെല്ലാം അവഗണിച്ചുകൊണ്ട് പോലീസ് ഇവരുമായി മുന്നോട്ട് പോവുകയായിരുന്നു. വലിയ നാടകീയമായ സംഭവങ്ങൾക്ക് തന്നെയാണ് ഏതാണ്ട് 4:30 മുതൽ പമ്പ സാക്ഷ്യം വഹിച്ചത്. 4:30ക്കാണ് രണ്ട് യുവാക്കളോടൊപ്പം മല കയറുന്നതിനായി പമ്പ ഗണപതി കോവിൽ കഴിഞ്ഞ് സന്തോഷവും കഴിഞ്ഞ് പോയത്. എന്നാൽ ഈരിമല ഭാഗത്ത് വെച്ച് ദുർബലമായ ഒരു പ്രതിഷേധം ഇവർക്ക് നേരെ ഒഴുകിയായിരുന്നു. കഷ്ടിച്ച് വിരുന്നെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് ആ ഘട്ടത്തിൽ പ്രതിഷേധത്തിന് ഉണ്ടായിരുന്നത്. എന്നാൽ ആ പ്രതിഷേധത്തെ വകവെച്ചുകൊണ്ട് തന്നെ പോലീസ് ഇവരെ മുന്നോട്ട് പോകാൻ അനുവദിക്കാതിരിക്കുകയായിരുന്നു. തുടർന്ന് ഏതാണ്ട് 1 മണിക്കൂറോളം അവർ നേരത്ത് കുത്തിയിരുന്ന് തന്നെ പ്രതിഷേധിച്ചു. തങ്ങൾക്ക് സന്നിധാനത്തേക്ക് പോകണമെന്ന നിലപാട് അവർ ആവർത്തിച്ചു. ഇതേ തുടർന്ന് കുറച്ചധികം നേരം കഴിഞ്ഞപ്പോൾ ഈ 5 പ്രതിഷേധക്കാരെ പോലീസ് സ്ഥലത്ത് നിന്നും നീക്കം ചെയ്യുന്ന നടപടിക്രമങ്ങൾ ചെയ്തു. ഇതിനുശേഷം എന്നാൽ ഈ യുവതികൾക്ക് തടസ്സമായി മാറിയത് പോലീസ് തന്നെയായിരുന്നു. ഒരു കാരണവശാലും അവർക്ക് മുകളിലേക്ക് പോകാൻ അനുമതി നൽകാൻ ആവില്ല എന്ന് പോലീസ് വ്യക്തമാക്കി. പ്രത്യേകിച്ചൊരു സുരക്ഷ നൽകാനാവില്ല. എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനാവില്ല. പക്ഷേ ഒരു ക്രമസമാധാന പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ നയിക്കുന്നത് അനുവദിക്കാനും ആവില്ല എന്ന കൃത്യമായ നിർദ്ദേശം പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ യുവതികൾക്ക് ലഭിച്ചു. എന്നാൽ ആ ഘട്ടത്തിലും യുവതികൾ മലയിറങ്ങുന്നതിനോ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതിനോ തയ്യാറല്ലായിരുന്നു. തുടർന്ന് പലവട്ടം ഈ യുവതികളുമായി നേരിട്ടും യുവാക്കൾ മുഖേനയും അവരെ അനുനയിപ്പിക്കാൻ പറഞ്ഞു വിടാൻ പോലീസിന്റെ ഭാഗത്തു നിന്നും നീക്കമുണ്ടായി. എന്നാൽ ഈ നീക്കങ്ങളോടൊന്നും പോലീസ് സഹകരിച്ചില്ല. ഏറ്റവും ഒടുവിൽ ന്യൂസ് 18നോട് ഇവർ തിരിച്ചു മടങ്ങാൻ തയ്യാറല്ല എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. പോലീസ് തന്നെ നമ്മോട് ഇക്കാര്യം അവരോട് ആരായുന്നതിനായി പറഞ്ഞിരുന്നു. ഇതനുസരിച്ചാണ് നമ്മൾ വീണ്ടും ഇവരുടെ പ്രതികരണം തേടിയത്. ആ സമയത്തും നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. തങ്ങൾക്ക് മടങ്ങാൻ മനസ്സില്ല. മടങ്ങിക്കഴിഞ്ഞാൽ വീട്ടിലെത്തിയാലും തങ്ങൾക്ക് യാതൊരു സുരക്ഷയും ഉണ്ടാവില്ല എന്ന് അവർ പ്രഖ്യാപിച്ചു. ഇതേ തുടർന്ന് വളരെ പെട്ടെന്ന് തന്നെ വനിതാ പോലീസുകാരെത്തുകയും പോലീസിന്റെ നടപടിക്രമങ്ങൾ ചെയ്യുകയുമായിരുന്നു. അവിടെ നിന്നും ഏതാണ്ട് 200 മീറ്ററോളം കനത്ത പോലീസ് വലയത്തിനുള്ളിൽ, കനത്ത പോലീസ് ബന്ധത്തിനുള്ളിൽ അവരെ താഴേക്ക് കൊണ്ടുവരികയും പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കുള്ള പ്രവേശന കവാടത്തിന്റെ സമീപം ക്രമീകരിച്ചിരുന്ന പോലീസ് വാഹനത്തിലേക്കും അവരെ മാറ്റുകയുമായിരുന്നു. ആ പോലീസ് വാഹനം മുന്നോട്ട് നീങ്ങുമ്പോഴും പ്രതിഷേധക്കാർ പിന്നാലെ ഉണ്ടായിരുന്നു. അവർ കരിക്കുകളും മറ്റു സാമഗ്രികളും ഈ പോലീസ് ജീപ്പിന് നേരെ വലിച്ചെറിയുന്നതും കാണാൻ കഴിഞ്ഞു. എന്നാൽ ഈ പ്രതിഷേധങ്ങളെല്ലാം വകഞ്ഞു മാറ്റിക്കൊണ്ട് പോലീസ് ഇവരുമായി മുന്നോട്ട് പോയിരിക്കുകയാണ്. അനീഷ്, പോലീസ് ഇവർക്കൊപ്പം എത്രത്തോളം പോലീസായിരുന്നു തിരിച്ചിറക്കുമ്പോൾ ഉണ്ടായിരുന്നത്? പ്രതിഷേധക്കാരെ കൺട്രോൾ ചെയ്യാൻ പോലീസിന് സാധിക്കുന്നുണ്ടായിരുന്നോ? കൂടുതൽ പ്രതിഷേധക്കാർ എത്തി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ അവരൊക്കെ എവിടെയാണ്? പോലീസിന്റെ ഒരു തന്ത്രം തന്നെയായിരുന്നു ഇത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാര്യം ആദ്യഘട്ടം മുതൽ കാര്യമായൊരു പ്രതിഷേധം, ഒരു പ്രതിരോധം ഈ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല. ഓരോ ഘട്ടത്തിലും ആളുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ചാണ് പോലീസ് അവരുടെ തന്ത്രങ്ങൾ മാറ്റിക്കൊണ്ടിരുന്നത്. പരമാവധി പ്രതിഷേധക്കാർ എത്തുക എന്ന രീതിയിലേക്ക് തന്നെയായിരുന്നു പോലീസിന്റെ തന്ത്രം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ തങ്ങളുടെ കയ്യിൽ നിൽക്കാത്ത ഒരു ഘട്ടം എത്തുമ്പോൾ ക്രമസമാധാന പ്രശ്നം കൊണ്ടെന്ന് ചൂണ്ടിക്കാട്ടുകയും അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്യുക, ഇത് തന്നെയാണ് പോലീസിന്റെ തന്ത്രം പ്രയോഗിച്ചിരുന്നത്. ഇതിന് പ്രധാനമായും 2 കാരണങ്ങൾ. ഒന്ന്, മുൻപ് പലവട്ടം സന്നിധാനത്തേക്ക് വനിതകളെ കയറ്റാൻ പോലീസിന്റെ ഭാഗത്തു നിന്നും ഊർജിതമായ ശ്രമങ്ങൾ ഉണ്ടായെങ്കിൽ പോലും ആ ശ്രമങ്ങളൊന്നും ഒരു ഘട്ടത്തിലും വിജയം കണ്ടെത്തിയിരുന്നില്ല. 2, ശബരിമല സന്നിധാനത്ത് പതിവിന് വിപരീതമായി ഈ സീസണിൽ ദുർബലമായ ഒരു ജനസാന്നിധ്യമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ മകരവിളക്ക് കാലത്ത് കാര്യങ്ങൾ മെച്ചപ്പെട്ടിരിക്കുന്നു. വലിയൊരു ജനക്കൂട്ടം ഓരോ ദിവസവും സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. 50,000-ഉം 1,00,000-ഉം 66,000-ഉം ഒക്കെ ആളുകളാണ് എത്തുന്നത്. മകരവിളക്ക് ദർശനത്തിന്, മകരജ്യോതി ദർശനത്തിനായി പോകും ലക്ഷക്കണക്കിന് ആളുകൾ സന്നിധാനത്തേക്ക് കയറി മലയിറങ്ങിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ നട തുറക്കാൻ കേവലം 3 ദിനം മാത്രം അവശേഷിച്ച് വീണ്ടും ഒരു പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് ഒട്ടും ഹിതകരമല്ല എന്ന് പോലീസിന് അറിയാമായിരുന്നു. അതിന്റെ കൂടെ കണക്കിലെടുത്താണ്, ഇക്കാര്യം കൂടി പരിഗണിച്ചാണ് ഇത്തരമൊരു നടപടിക്രമങ്ങളിലേക്ക് പോലീസ് നീങ്ങിയത്. അതുകൊണ്ട് തന്നെ ഏറെ നേരം കാത്തിരുന്ന ശേഷം ഏറെ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇവരെ സ്ഥലത്തു നിന്നും നീക്കം ചെയ്യുന്ന നടപടിയിലേക്ക് പോലീസ് കടന്നത്. ഇപ്പോൾ പോലീസ് അവരെ സുരക്ഷിതമായ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നു എന്ന വിവരമാണ് നമുക്ക് നൽകാൻ കഴിയുന്നത്. അക്ഷരാർത്ഥത്തിൽ സംഘർഷഭരിതമായ അല്ലെങ്കിൽ അങ്ങേയറ്റം പ്രകോപനപരമായ ഒരു രീതിയിലേക്ക് പോകേണ്ട സാഹചര്യമാണ് ഈ യുവതികൾ മലയിറങ്ങിയതിലൂടെ അല്ലെങ്കിൽ അവരെ ബലം പ്രയോഗിച്ച് മലയിറക്കിയതിലൂടെ ഒഴിവായിരിക്കുന്നത്.
അനീഷ, നമുക്ക് നേരത്തെ അറിയാം കനകദുർഗയുടെയും ബിന്ദുവിന്റെയും കാര്യം വന്നപ്പോൾ പോലും തിരിച്ചിറക്കിയെങ്കിലും പിന്നീട് അവരെ ദർശനം നടത്തുന്നതിന് സഹായിക്കാമെന്ന രീതിയിൽ പോലീസ് നിന്നിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. രണ്ടുപേരെയും ശബരിമലയിൽ സുരക്ഷിതരായി എത്തിക്കുകയും തിരിച്ചിറക്കുകയും ചെയ്തു. അത്തരത്തിൽ എന്തെങ്കിലും ചർച്ചകൾ ഇവരുമായി നടത്തിയിട്ടുണ്ടോ പോലീസ്? ധന്യ, ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുന്നു. നേരത്തെ കനകദുർഗയെയും ബിന്ദുവിനെയും തിരിച്ചിറക്കിയ അതേ പോലീസ് തന്നെ വീണ്ടും സഹായിക്കുകയായിരുന്നു. സന്നിധാനത്ത് ഇവർ വീണ്ടും എത്തിയിരുന്നു. അതുപോലെ ഇവരോട് രണ്ടുപേരോടും ഏതെങ്കിലും രീതിയിൽ അത്തരത്തിൽ വീണ്ടും എത്താം എന്ന രീതിയിൽ പോലീസ് സംസാരിച്ചിട്ടുണ്ടോ? ധന്യ, അത്തരത്തിലൊരു ഒത്തുതീർപ്പിനോ അല്ലെങ്കിൽ ധാരണകൾക്കോ യാതൊരു സാധ്യതയും ഇല്ല. കാരണം മണ്ഡല മകരവിളക്ക് സീസണിലെ ഔദ്യോഗികമായ പരിസമാപ്തിയാവാൻ ഇനി കേവലം 4 ദിനങ്ങൾ മാത്രമാണുള്ളത്. അതിൽ 3 ദിവസം മാത്രമാണ് ഇനി ഭക്തർക്ക് ദർശനത്തിന് അവസരമുള്ളത്. അവസാന ദിനം പന്തളം കൊട്ടാരത്തിന്റെ പ്രതിനിധികൾക്ക്, രാജപ്രതിനിധിക്ക് മാത്രമാണ് സന്നിധാനത്ത് ദർശനത്തിനും അതുപോലെ തന്നെ മറ്റ് വഴിപാടുകൾ അർപ്പിക്കുന്നതിനും അവസരമുള്ളത്. അതിനു മുന്നോടിയായി ഭക്തജനങ്ങളെ മുഴുവനായി അരയ്ക്ക് ഇറക്കും. അതായത് 19 കഴിഞ്ഞാൽ പിന്നെ ഭക്തജനങ്ങൾക്ക് സന്നിധാനത്തേക്ക് പ്രവേശനമില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരു ഒത്തുതീർപ്പ് നടത്തിയാൽ പോലും ഏത് സമയത്തിന് ദർശനം നടത്തണം എന്നൊരു കാര്യത്തിൽ ഒരു ഉറപ്പ് കൊടുക്കാൻ സാധിക്കില്ല. മറ്റൊരു കാര്യം, ഈ മകരവിളക്ക് കാലത്ത് കൂടുതൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നുമൊക്കെയുള്ള ഭക്തരാണ് വലിയ തോതിൽ സന്നിധാനത്തേക്ക് എത്തുക. എന്നാൽ അതിൽ നിന്ന് വിഭിന്നമായി മകരവിളക്കിന്റെ തിരക്കൊക്കെ ഒഴിഞ്ഞ ശേഷമാണ് മലയാളികളായ തീർത്ഥാടകർ കൂട്ടമായി സന്നിധാനത്തേക്ക് എത്തുന്ന ഒരു സമയം. അതായത് ഇനി വരും ദിനങ്ങളിൽ അഭൂതപൂർവമായ തിരക്കാണ് സാധാരണഗതിയിൽ സന്നിധാനത്ത് ഉണ്ടാവേണ്ടത്. അത്തരമൊരു പ്രതീക്ഷ തന്നെ പോലീസിന് ഉണ്ട് താനും. ഈ ഒരു അവസരത്തിൽ വീണ്ടും ഒരു ദർശനത്തിന് അവസരം നൽകുക എന്നത് പോലീസിനെ സംബന്ധിച്ചുള്ളതും ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഒപ്പം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ ചില നിർദ്ദേശങ്ങൾ, പരാമർശങ്ങൾ, ഹൈക്കോടതി മേൽനോട്ട സമിതി നേരത്തെ 1-2 വ്യക്തികൾക്കായി സുരക്ഷ നൽകുന്നത് പ്രായോഗികമല്ല എന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. ഇക്കാര്യങ്ങളൊക്കെ പോലീസ് പരിഗണിക്കും. ഈ കാര്യങ്ങളെല്ലാം പരിഗണിക്കുമ്പോൾ ഒരുപക്ഷെ ഇവരെ കൊണ്ടുപോകാൻ അല്ലെ ഇവരെ കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ എടുക്കുന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത്ര കരണീയമായ നിലപാടല്ല. മറിച്ച് ഇത്തരം പരാമർശങ്ങൾ ഉള്ള സാഹചര്യത്തിൽ സുരക്ഷാ കാര്യങ്ങൾ മുൻനിർത്തി, ക്രമസമാധാന പ്രശ്നങ്ങൾ മുൻനിർത്തി ഇത്തരം ഇവരുടെ ആവശ്യങ്ങൾ നിരസിക്കുക, ഇവരെ പൂർണ്ണ സുരക്ഷയിൽ സന്നിധാനത്തെത്തിക്കാൻ കഴിയില്ലെന്ന് അറിയിക്കുക എന്നതൊക്കെയാണ് പോലീസിന്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴികൾ. ആ വഴികൾ തന്നെയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം മറ്റൊരു കാര്യം കൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. നേരത്തെ കനകദുർഗയിലെയും ബിന്ദുവിനെയൊക്കെ ദർശനം നടക്കാതെ മടക്കിയ ശേഷം പിന്നീട് പോലീസിന്റെ സഹായത്തോടെ സന്നിധാനത്ത് എത്തിയെങ്കിലും അത് താരതമ്യേന സുരക്ഷിതമായ രീതിയിലായിരുന്നു. അതായത് മറ്റുള്ളവരുടെ കണ്ണിൽപ്പെടാതെ രഹസ്യമായി ആണ് അവർ ദർശനം നടത്തിയത്. എന്നാൽ ഇവർക്ക് അത്തരത്തിലൊരു രഹസ്യമായി ദർശനം നടത്താനുള്ളൊരു അവസരം ഇനി ഉണ്ടാകുമോ എന്നറിയാൻ കഴിയില്ല. കാരണം ഇന്ന് തന്നെ അവർ അതീവ രഹസ്യമായി തന്നെയാണ് സന്നിധാനത്തേക്ക് പോയത്. പമ്പയിലെ കൺട്രോൾ റൂമും ഗാർഡ് റൂമും ഒക്കെ കടന്ന് നിരവധി മാധ്യമപ്രവർത്തകരടക്കം ഇന്നലെ രാത്രി മുതൽ തന്നെ നമ്മൾ അടക്കമുള്ളവർ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. കാരണം ഇത്തരത്തിൽ നിരവധി സ്ത്രീകൾ എത്തുമെന്ന ഒരു അറിയിപ്പുണ്ടായിരുന്നു. പ്രത്യേകിച്ചും സ്ത്രീകൾ എത്തുമോ എന്ന് നിരീക്ഷിക്കാനല്ല, മറിച്ച് ഇവരെത്തിയ ശേഷം എന്തെങ്കിലും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നത് തന്നെയായിരുന്നു നമ്മുടെ അടക്കമുള്ള പരിഗണനാ വിഷയം. ഇതിനുശേഷമാണ് ഇവർ കൺട്രോൾ റൂമും ഗാർഡ് റൂമും ഒക്കെ കടന്ന് നീലിമല ഭാഗത്തേക്ക് പോയത്. എന്നാൽ നീലിമല ഭാഗത്ത് വെച്ച് 1-2 ഭക്തരുടെ പ്രതിഷേധക്കാരുടെ കണ്ണിൽ പെടുകയായിരുന്നു. ഇതിനെ തുടർന്ന് 5 പ്രതിഷേധക്കാരാണ് ആദ്യ പ്രതിഷേധം തുടങ്ങിയത്. ആദ്യ പ്രതിഷേധം തുടങ്ങി ഏതാണ്ട് 1 മണിക്കൂറോളം അവർക്ക് പ്രതിഷേധിക്കാനുള്ള അവസരം കൊടുത്തു. പ്രതിഷേധക്കാർ വന്നപ്പോൾ തന്നെ ആ പ്രതിഷേധക്കാർക്ക് മുന്നിൽ കുത്തിയിരുന്ന് തങ്ങൾ സന്നിധാനത്തേക്ക് പോയി മടങ്ങും. വളരെ ദുർബലമായ പ്രതിരോധമാണുള്ളത്. ഈ പ്രതിരോധം മറികടന്നാൽ തങ്ങൾക്ക് അനായാസമായി സന്നിധാനത്തേക്ക് പോകാൻ കഴിയും എന്ന വാദമുഖങ്ങളൊക്കെ ഈ യുവതികൾ മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ വാദമുഖങ്ങൾ പോലീസ് ആ ഘട്ടത്തിൽ അംഗീകരിച്ചില്ല. പിന്നീട് പ്രതിഷേധക്കാരെ 5 പേരെ സ്ഥലത്തു നിന്നും നീക്കം ചെയ്യുകയും ചെയ്തു. ഇതിനുശേഷം ഏതാണ്ട് അരമണിക്കൂറോളം ഒരു പ്രതിഷേധവും ആ ഭാഗത്ത് ഉണ്ടായില്ല. നീലിമലയിൽ ഒരു ഭാഗത്ത് ഈ ദർശനത്തിനെത്തിയ സ്ത്രീകളും മറുവശത്ത് പോലീസിന്റെ ഒരു വലയവും മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് പലവട്ടം തങ്ങൾക്ക് മുന്നോട്ട് പോകാൻ അനുമതി നൽകണമെന്ന അഭ്യർത്ഥന യുവതികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. എന്നാൽ പോലീസ് ഇത് ശരി. അനീഷ, കിരണിലേക്ക് പോയതിനു ശേഷം തിരിച്ചു വരാം. കിരൺ, ഭക്തരെ ഈ പ്രതിഷേധം എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്? സന്നിധാനത്ത് തീർത്ഥാടനം, ദർശനം ഇപ്പോഴും സുഗമമായി നടക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഭക്തർ അറിയിച്ചോ?
ഒരു തരത്തിലും ഭക്തരെ ഈ പ്രതിഷേധം ബാധിച്ചിട്ടില്ല. സന്നിധാനത്ത് മുൻ ദിവസങ്ങളിലെ പോലെ എല്ലാം സുഗമമായി തന്നെയാണ് നടക്കുന്നത്. ഭക്തർ എത്തുന്നുണ്ട്. ഭക്തരുടെ എണ്ണത്തിൽ കുറവാണ് എന്നുള്ളത് മാത്രമാണ് ഒരു പ്രത്യേകത. അവരെല്ലാം എത്തുന്നുണ്ട്, ദർശനം നടത്തുന്നുണ്ട്, മറ്റു പൂജകളെല്ലാം കഴിക്കുന്നുണ്ട്. അവർ സുഗമമായി തന്നെ മുൻ ദിവസങ്ങളിൽ എങ്ങനെയാണോ ശബരിമലയെത്തി മടങ്ങിയത് അതുപോലെ തന്നെ അവർക്ക് മടങ്ങാൻ കഴിയുന്നുണ്ട്. പോലീസിനെ സംബന്ധിച്ച് പോലീസ് ചില ജാഗ്രത പാലിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു വാർത്ത ഇവിടെ പോലീസ് അറിഞ്ഞ നേരം മുതൽ തന്നെ പോലീസ് ജാഗ്രത പാലിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ യുവതികൾ മുകളിലെത്തിയാൽ വലിയ നടപ്പന്തലിന്റെ മുന്നിൽ വെച്ചാണ്, അവിടെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും യുവതികളെ തടയുന്നത്. ഈ സ്ഥലത്തും ഏതെങ്കിലും ഒരു ആൾക്കൂട്ടം അങ്ങനെ പ്രതിഷേധക്കാരോ ഇല്ല. എന്നാൽ ഈ സ്ഥലത്തേക്ക് 10-ൽ താഴെയുള്ള ചില അംഗങ്ങൾ വന്നിരുന്നു. അവർ തന്നെ ഒരുമിച്ചല്ല നിന്നിരുന്നത്. പല സ്ഥലങ്ങളിലായി അടുത്തടുത്ത് നിൽക്കുകയായിരുന്നു. പോലീസിന്റെ സാന്നിധ്യം ശക്തമായതോടുകൂടി ഇവരോരോരുത്തരും പിൻവാങ്ങി. ശബരിമലയെ സംബന്ധിച്ച് പുറമേക്ക് ഏതെങ്കിലും തരത്തിൽ യാതൊരു മാറ്റവുമില്ല. പോലീസിനും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. കാരണം മകരവിളക്കിന് വേണ്ടി ഇവിടെ എത്തിയ പോലീസുകാർ മടങ്ങിപ്പോയിട്ടില്ല. അതിൽ മഹാഭൂരിപക്ഷം പോലീസുകാരും ഇപ്പോൾ സന്നിധാനത്ത് തന്നെയുണ്ട്. ഇത്രയേറെ ആളുകൾ വരുന്ന മകരപൂജ ദിവസം കൈകാര്യം ചെയ്യാൻ വേണ്ടി ഉള്ള പോലീസുകാരുടെ അത്രയും സംവിധാനം ഇപ്പോൾ സന്നിധാനത്തുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധക്കാരുടെ എണ്ണം കൂടിയാലും അതിനെല്ലാം തടഞ്ഞു നിർത്താൻ കഴിയും എന്നൊരു പ്രതീക്ഷ പോലീസിനുണ്ട്. അതുകൊണ്ട് സന്നിധാനത്തേക്ക് കൂടുതൽ പോലീസുകാരെ അടക്കം എത്തിച്ചിട്ടില്ല. ഈ പ്രതിഷേധം ഉയർത്തുന്നവരുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇതിൽ പലരും മലയിറങ്ങി പോയിട്ടുണ്ട്. നാമജപക്കാർ പ്രധാനമായും വൈകുന്നേരം ഹരിവരാസിന് തൊട്ടു മുമ്പായിട്ടാണ് നാമജപ പ്രതിഷേധം നടത്തുന്നത്. ഇതിനൊപ്പം അതാത് ദിവസങ്ങൾ വരുന്ന സ്വാമിമാരും ഒപ്പം ചേരാറുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം മാധ്യമങ്ങളുടെ ഓഫീസിന് തൊട്ടുമുന്നിൽ നടക്കുന്ന ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇന്നലെയും ഈ ഒരു നാമജപ പ്രതിഷേധം നടന്നത്. എന്നാൽ 100-ൽ താഴെ അംഗങ്ങൾ മാത്രമാണ് ഇതിൽ പങ്കെടുത്തിരുന്നത്. അതുതന്നെ കുറേയേറെ പേർ ഇന്നലെ ദിവസമെത്തിയ വിവിധ സംസ്ഥാനക്കാരും മലയാളികളുമായ സ്വാമിമാരായിരുന്നു. അപ്പോൾ ആ എണ്ണം ആകെ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പോലീസിൽ നിന്ന് ആശ്വാസം വളരെ വലുതാണ്. എന്നാൽ ഇപ്പോഴും അവരുടെ സാന്നിധ്യം ഈ സന്നിധാനത്തും പരിസര പ്രദേശങ്ങളും ഉണ്ട് എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. പോലീസ് ഏകദേശം 1 മണിക്കൂർ മുമ്പ് തന്നെ യുവതികൾ സന്നിധാനത്തേക്ക് വരില്ല എന്നൊരു കണക്കുകൂട്ടൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അത്തരമൊരു അനൗദ്യോഗികമായി അവർ നമ്മളോട് പറഞ്ഞത് ഇത് തന്നെയാണ്. നമ്മൾ അപ്പോൾ തന്നെ ആ വിവരം റിപ്പോർട്ട് ചെയ്തിരുന്നു. സന്നിധാനത്തേക്ക് യുവതികൾ എത്താനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളത്. ഇപ്പോൾ അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. യുവതികളെ പോലീസ് മടക്കി വിട്ടിരിക്കുന്നു. അവിടെ ബലം പ്രയോഗിച്ച് തന്നെ യുവതികളെ മടക്കിക്കൊണ്ടുപോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഉടനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾക്കുള്ള സാധ്യത വളരെ കുറവാണ്. ശരി കിരൺ, അനീഷിലേക്ക് തന്നെ. അനീഷ്, സുരക്ഷ നൽകാൻ കഴിയില്ല എന്ന് പോലീസ് പറയുമ്പോൾ അനീഷിലേക്ക് തിരിച്ചെത്താം. ശബരിമലയിൽ ദർശനത്തിനെത്തിയ 2 യുവതികളെ 3 മണിക്കൂറിന് ശേഷമാണ് പോലീസ് ഇപ്പോൾ തിരിച്ചിറക്കിയിരിക്കുന്നത്. കണ്ണൂർ സ്വദേശികളായ രേഷ്മ നിശാന്തും ഷാനിലയുമാണ് പുലർച്ചെ 4:30 ദർശനത്തിനായി പുറപ്പെട്ടത്. എന്നാൽ നീലിമലയിൽ വെച്ച് പ്രതിഷേധക്കാർ തടയുകയായിരുന്നു. ആദ്യം തടഞ്ഞ പ്രതിഷേധക്കാരെ 5ഓളം പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. പിന്നീട് നിരവധി പേർ സ്ഥലത്തേക്ക് എത്തുകയും പോലീസ് ഇവരെ തടഞ്ഞു വെക്കുകയായിരുന്നു. യുവതികളെ പോലീസ് തടഞ്ഞു. സുരക്ഷ നൽകി സന്നിധാനത്തെത്തിക്കാൻ ആകില്ല എന്ന് പോലീസ് പറഞ്ഞു. ഇപ്പോൾ അക്രമികളിൽ നിന്ന് തന്നെ ഞാൻ പറയും 3 അക്രമികളിൽ നിന്ന് ഇവര് 300-ഓ 3000-ഓ ആക്കാൻ വേണ്ടിയിട്ട് ഇവര് ശ്രമിച്ചതാണ്. അത്രയും നേരം ഞങ്ങളെ ഇവിടെ തടഞ്ഞു വെച്ചിട്ട് ആ 3 പേരെ മാറ്റിയിട്ട് ഞങ്ങളെ കയറ്റാനുള്ള ശ്രമം ഇവര് നടത്തിയിരുന്നുണ്ടെങ്കിൽ പുഷ്പം പോലെ നടക്കുന്ന കാര്യമായിരുന്നു. ഇവിടെ പക്ഷെ ഒരു വലിയ ക്രമസമാധാന സാഹചര്യം ഇപ്പോൾ നിലവിലില്ലേ? പണ്ട് മനീതി സംഘമൊക്കെ വന്നപ്പോൾ ഉണ്ടായ അവസ്ഥ നമുക്ക് അറിയാം. അപ്പം ഇത്തരത്തിൽ ഈ ഒരു മോബ് വയലന്റ് ആയാലും ഇവിടെ ഈ സ്റ്റേറ്റിന് എന്തിനാണ് ഇവിടെ ഫോഴ്സ്? ഇവിടെ നീതി, ജനാധിപത്യം അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഇല്ലേ? ഇവിടെ എന്തിനാണ് ഫോഴ്സ് സ്റ്റേറ്റിന്? ഇങ്ങനെ വലയം തീർക്കാനാണോ? അതോ ഇവിടെ ഭരണഘടന എന്ന് പറയുന്നൊന്നില്ലേ? അതിനല്ല, ഞങ്ങൾക്ക് കിട്ടേണ്ട നീതി ഞങ്ങൾക്ക് കിട്ടണം, അത്രേ പറയാനുള്ളൂ. ഇത് പക്ഷേ ഒരു ആക്ടിവിസം എന്ന രീതിയിൽ വരാനുള്ള എങ്ങനെയാണ് സാർ ആക്ടിവിസം ആവുന്നത്? 100 ദിവസത്തെ വ്രതമായി ഞങ്ങൾ എടുക്കുന്നു. ഇതിൽ എവിടെയാണ് ആക്ടിവിസം? ഒരു ദിവസം വ്രതം എടുത്തിട്ടും സത്യം എന്റെ ഭക്തിയാണ് എന്റെ ആക്ടിവിസം, എന്റെ വിശ്വാസമാണ് എന്റെ ആക്ടിവിസം. ആക്ടിവിസം എന്ന് പറയുന്നത് വല്ല തീവ്രവാദമൊന്നും അല്ലല്ലോ. എന്റെ ഭക്തിയാണ് എന്റെ ആക്ടിവിസം. എനിക്ക് മാല അടിക്കണമെങ്കിൽ നിങ്ങൾ പറയുന്ന ഇത് ആക്ടിവിസം ആണെന്നുണ്ടെങ്കിൽ ഈ ആക്ടിവിസം എനിക്ക് ഫോളോ ചെയ്തേ പറ്റുള്ളൂ. ഇനിയിപ്പോ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എന്തെങ്കിലും ഒരു വിദൂര പ്രതീക്ഷയിൽ നിങ്ങൾക്കുണ്ടോ? അറിയില്ല, പക്ഷെ ഞാൻ എന്റെ ഈശ്വരനിൽ വിശ്വസിക്കുന്നു, അത്രമാത്രം. തീർച്ചയായിട്ടും പിറകോട്ട് പോകാൻ താല്പര്യമില്ല. മുന്നോട്ട് എങ്ങനെ പോകും അറിയില്ല. ഇവിടെ ഇരിക്കാം തന്നെയാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഇനി 3 ദിവസമല്ലേ, 3 ദിവസം ഞങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. തീർച്ചയായിട്ടും ദർശനം കഴിയാന്ന് പറഞ്ഞാൽ
20-ാം തീയതി നടയടക്കുമല്ലോ, അതിനുശേഷം ദർശനം സാധ്യമാവില്ലല്ലോ. പോലീസ് തിരിച്ചിറക്കുന്നതിന് മുൻപ് ഷാനിലയും രേഷ്മയും മാധ്യമങ്ങളോട് ന്യൂസ് 18നോട് സംസാരിച്ചതാണ് കണ്ടത്. അനീഷയായിരുന്നു. അനീഷ, അവസാനവും ഇറങ്ങുന്നതിന് തൊട്ടു മുമ്പ് വരെ ഇവർ പറഞ്ഞിരുന്നത് ഇത് ശരിയല്ല, പോലീസ് കൂട്ടുനിൽക്കുന്നു, പ്രതിഷേധക്കാർ കൂടുന്നതുവരെ പോലീസ് അവരെ തടഞ്ഞുവെച്ചു, ഇവരെ കയറ്റാമായിരുന്നു, പോലീസ് വിചാരിച്ചിരുന്നെങ്കിൽ സന്നിധാനം വരെ എത്താമായിരുന്നു എന്നൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അവർ പറയുന്നത്? തിരിച്ചു വരും എന്ന് തന്നെയാണോ രേഷ്മ പറഞ്ഞത്? തീർച്ചയായും അത്തരത്തിൽ തിരിച്ചു വരുമോ എന്ന കാര്യത്തിൽ അവർക്ക് പറയാൻ സാധിക്കുന്നതിന് മുമ്പ് അവരെ പോലീസ് കൊണ്ടുപോയി. ഏറ്റവും ഒടുവിൽ അവർ സംസാരിച്ചത് നമ്മളോട് തന്നെയാണ്. അപ്പോഴും അവർ പൂർണ്ണമായും പറഞ്ഞ് 102 നാൾ നോമ്പെടുത്ത് മാലയിട്ട് വ്രതാനുഷ്ഠാനങ്ങളോട് കൂടിയാണ് തങ്ങൾ ശബരിമലയിൽ എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്നും മടങ്ങിപ്പോയാൽ പിന്നീട് തങ്ങൾക്ക് വീണ്ടും സമാനമായ സ്ഥിതി തന്നെയാണ് നേരിടേണ്ടി വരിക. മാലയിട്ട സമയം മുതൽ തുടരും. കടന്നു പോകുന്നത് ശബരിമലയിലേക്ക് പോകുന്ന യുവതികൾക്ക് പിന്നീട് ജോലി പോലും നഷ്ടമാവുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇത്തരത്തിൽ തങ്ങൾക്ക് യാതൊരു സുരക്ഷയുമില്ലാത്ത അന്തരീക്ഷമാണ് നിലവിലുള്ളതെന്നും അവർ പറഞ്ഞു. എന്തായാലും എന്ത് തന്നെ വന്നാലും വേണമെങ്കിൽ പ്രതിഷേധക്കാരെ നീക്കം ചെയ്യുന്നതല്ലേ തങ്ങളെ മാറ്റുന്നതിനേക്കാൾ എളുപ്പമെന്ന് ഇവർ ആരായുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ വാദമുഖങ്ങളൊന്നും പോലീസ് അംഗീകരിച്ചിട്ടില്ല. ഇവരുടെ എല്ലാ വാദങ്ങളെയും തള്ളിയാണ് ഇപ്പോൾ പോലീസ് സ്ഥലത്തു നിന്നും ഇവരെ നീക്കം ചെയ്തിരിക്കുന്നത്. യാതൊരു ഉറപ്പും നൽകാതെ ഇനി ഒരുപക്ഷെ ദർശനത്തിന് അനുമതി നൽകുമോ, ദർശനത്തിന് വന്നാൽ സുരക്ഷ നൽകുമോ എന്നടക്കമുള്ള ഒരു കാര്യങ്ങളും പറയാതെ തികച്ചും ഇന്നെത്തിയ യുവതികളോട് പൂർണ്ണമായും നിസ്സഹകരിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അത്തരത്തിൽ തന്നെയാണ് അവരെ സ്ഥലത്തു നിന്നും നീക്കം ചെയ്തിരിക്കുന്നത് തന്നെയാണ്. അനീഷ, ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? യുവതികൾ ഇപ്പോൾ എവിടെയാണുള്ളത്? ഇപ്പോൾ പമ്പയിലേക്ക് പോലീസ് സ്റ്റേഷനിലേക്കാണ് ആദ്യം കൊണ്ടുപോയിരിക്കുന്നത്. എന്നാൽ അവിടെ നിന്നും സുരക്ഷിതമായ സ്ഥലത്തേക്ക് ഇവരെ മാറ്റും എന്ന സൂചന തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം പ്രതിഷേധക്കാർ പമ്പയിലും സന്നിധാനത്തുമൊക്കെ പലയിടങ്ങളിലായി തമ്പടിക്കുന്നുണ്ട്. അവരെ ഇവിടെ തന്നെ ഇനിയും തുടരാൻ അനുവദിച്ചാൽ പിന്നീട് അത് വീണ്ടും ഒരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. ആ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇവരെ സ്ഥലത്ത് നിന്നും നീക്കിയിരിക്കുന്നത്. എന്ത് നടപടിക്രമങ്ങൾ ഇനി കൊള്ളണം, ഇവരെ കണ്ണൂരിലേക്ക് മടക്കി അയക്കുമോ, അത് എന്ത് ചെയ്യുമോ എന്ന കാര്യം ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. തൽക്കാലം സുരക്ഷിതമായ ഒരിടത്തിലേക്ക് അവരെ മാറ്റിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. പിന്നെ ശരി അനീഷ, ശബരിമലയിൽ ദർശനത്തിനെത്തിയ 2 യുവതികളെ 3 മണിക്കൂറിന് ശേഷം പോലീസ് ഇപ്പോൾ തിരിച്ചിറക്കിയിരിക്കുകയാണ്. കണ്ണൂർ സ്വദേശികളായ രേഷ്മ, നിശാന്തും ഷാനിലയുമായിരുന്നു പുലർച്ചെ 4:30 സന്നിധാനത്തേക്ക് പുറപ്പെട്ടത്. എന്നാൽ നീലിമലയിൽ പ്രതിഷേധക്കാർ ഇവരെ തടയുകയും ആദ്യം പ്രതിഷേധിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയെങ്കിലും പിന്നീട് പ്രതിഷേധക്കാർ കൂടുകയായിരുന്നു. പോലീസ് സുരക്ഷയോടെ സന്നിധാനത്തെത്തിക്കാൻ ആകില്ല എന്ന് നിലപാടെടുത്തതോടെ തുടർന്നുണ്ടായ ചർച്ചകളിലാണ് ഇപ്പോൾ സ്ത്രീകളെ തിരിച്ചിറക്കിയിരിക്കുന്നത്. നിലവിൽ ഇവർ ഇപ്പോഴുള്ളത് പമ്പ പോലീസ് സ്റ്റേഷനിലാണ് എന്നും അറിയാൻ സാധിക്കുന്നു. ആർ കിരൺ ബാബു സന്നിധാനത്ത് നിന്നും, അനീഷാണ് വാർത്തയുടെ പൂർണ്ണ വിവരങ്ങൾ നൽകിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.